ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മൈദ വെച്ചിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കി കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിലാണ് സംഭവം കിട്ടിയത്. പക്ഷേ അതിലൊരു ആളെന്നോട് പറഞ്ഞു, അരിപ്പൊടി വെച്ചിട്ടുള്ള എന്തെങ്കിലും സ്നാക്ക് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ഒരു സ്നാക്സൊക്കെ കാണിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അരിപ്പൊടി ചേർത്തിട്ട് നല്ലൊരു അടിപൊളി സ്നാക്കാട്ടോ ഉണ്ടാക്കിയത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മാഗി മസാലയും ചാട്ട് മസാലയൊക്കെ ചേർത്താണ് ചെയ്തേക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നമുക്ക് അരിപ്പൊടി മാത്രം മതി. അപ്പോൾ കുട്ടികൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. നമ്മളിത് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ബേക്കറിയിൽ നിന്നൊന്നും നമുക്ക് പലഹാരങ്ങൾ വാങ്ങണ്ട. നമുക്കിതുപോലെ ഒരു മാസം വരെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഒരു കേടും വരില്ല കേട്ടോ. അപ്പം നമ്മൾ ഇത് പെട്ടെന്ന് തീരും. ഒരുപാട് കാലമൊന്നും ഇരിക്കില്ല. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്. പിന്നെ അതുപോലെ രണ്ട് ഫ്ലേവറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒന്ന് ചാട്ട് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ മറ്റേത് നമ്മൾ മാഗി മസാല. ഞാൻ മിൻറ്റിൻ്റെ മസാല, അതായത് പുതിനയില വാങ്ങിയിട്ട് അതുകൊണ്ട് ചെയ്യണം വിചാരിച്ചിരുന്നു. പക്ഷെ അതൊന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും കറണ്ട് പോയി. അതുകൊണ്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താട്ടോ. അപ്പം നമുക്കിതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മളിവിടെ എടുത്തേക്കുന്നത് വറുത്ത അരിപ്പൊടിയാട്ടോ. അപ്പം നമ്മളിതാ ഈ ഒരു ചായ കപ്പ് ഉണ്ടല്ലോ, ഈ കപ്പിന് നമുക്ക് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മളിത് എടുക്കുമ്പോൾ 2 കപ്പെങ്കിലും മിനിമം എടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് 1 കപ്പ് എടുത്താൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ 2 കപ്പ് നല്ല അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഏത് കപ്പിലാണോ എടുത്തത് അതേ കപ്പിൽ തന്നെ ഒരു 1/2 കപ്പോളം കടലപ്പൊടി എടുത്തു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 1/2 കപ്പ് നമ്മൾ കടലപ്പൊടി എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ജീരകമോ അല്ലെങ്കിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എനിക്കിങ്ങനെയുള്ള സ്നാക്സ് ഉണ്ടാക്കുമ്പം നമ്മളിതിലെ ആയമോദകം അതൊന്ന് കയ്യിൽ വെച്ച് ഒന്ന് ഞെരടിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഒരു പ്രത്യേക രസമാട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിത് ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ഒന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മളിത് മൊത്തം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി അതെല്ലാം നമ്മൾ വെള്ളം ചൂടാക്കുന്നുണ്ട്, ആ സമയത്ത് ഉപ്പിട്ട് കൊടുത്താലും മതി. നമ്മൾ പത്തിരിക്കൊക്കെ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാറ്. അപ്പോൾ അതല്ല, ഇങ്ങനെ ചെയ്ത് കൊടുത്താലും ഒരു കുഴപ്പമൊന്നുമില്ല. ഞാനേതായാലും പൊടിയിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിയും കടലമാവും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അളന്നെടുത്തതിൽ ആ ഗ്ലാസ്സിൽ തന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളം നമ്മളിവിടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണോളം നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ ഇല്ല, നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒന്നുമില്ലെങ്കിലും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. നമ്മളെ ബട്ടറൊക്കെ ആകുമ്പം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇട്ടതാണ്. ഇനി അത് വെള്ളം നന്നായിട്ട് ചൂടായ ശേഷം നമ്മളിതുപോലെ പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഈ അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ വാങ്ങുന്നതായതുകൊണ്ട് പല രീതിയിലായിരിക്കും. കാരണം ചിലതിന് വെള്ളം കൂടുതൽ വേണം, ചിലത് വെള്ളം കുറവ്. അപ്പം നമുക്ക് ഇതിൽ കുറച്ചും കൂടി ചൂടുവെള്ളം വേണ്ടി വന്നിരുന്നു. അത് കുറച്ച് ഹാർഡാവുകയാണെങ്കിൽ നമുക്ക് ഇത്തിരീശ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാടങ്ങ് ലൂസായിട്ട് വരരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മളിത് സ്നാക്സ് പൊരിച്ചെടുക്കുമ്പം ഹാർഡായിട്ട് വരില്ല, ഉള്ളിലിങ്ങനെ പതുപതുത്ത് വരും. അപ്പം നമ്മൾ കുറച്ച് കട്ടി തന്നെ ഇത് കുഴച്ചെടുക്കണം, അത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിതിന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കണം കേട്ടോ. നമ്മളിത് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി നമ്മൾ തിളപ്പിച്ച് വെക്കണം. ഒരു കാരണവശാലും നമ്മളിതിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ചൂടുള്ള വെള്ളം തന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റാം. നമുക്ക് നല്ല ചൂടുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ആ സമയത്താണ് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളം ഒരു സ്പൂണിലെടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. കുറച്ച് ബലം പ്രയോഗിച്ച് തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം. വെള്ളം കൂടിപ്പോവരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഏകദേശം കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. എന്നാൽ ഒരുപാടങ്ങ് ഹാർഡാവാനും പാടില്ല. അങ്ങനെ ആകുമ്പോൾ ഇത് അങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്താനുണ്ട്. അപ്പോൾ അങ്ങനെ ആയി കിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, കൈ കൊണ്ട് അമർത്തുമ്പോൾ നന്നായിട്ട് അമർന്ന് വരുന്നൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ വെക്കാം കേട്ടോ. അങ്ങനെ വെച്ചതിന് ശേഷം നമ്മളൊരു നനഞ്ഞ തുണി എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നാവും. കാരണം പെട്ടെന്ന് ഡ്രൈ ആയി പോവും. അതിനുശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത്യാവശ്യം കുറച്ച് കട്ടിയുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു കത്രിക കൊണ്ട് ഒരേ വലുപ്പത്തിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
ഇത് കുറച്ച് സമയം എടുക്കും നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെയുള്ള കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് സ്നാക്കുകൾ നമ്മുടെ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി നോക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, ഈ ഒരു കട്ടിയിലാട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ എടുക്കുന്ന കത്രികേൻ്റെ ഷേപ്പ് അനുസരിച്ച് വരും. ചിലപ്പോൾ സാധാരണ കത്രിക എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പരന്ന് കിട്ടും കേട്ടോ. എൻ്റെ ഒരു കട്ടിങ് ഉണ്ട്, അതുകൊണ്ടാണ് ആ ഒരു ഷേപ്പ് വന്നത്. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും 4 മണിക്ക് വരുമ്പം നമുക്ക് ഇത് കൊടുക്കാം. ഈ മിക്സറും മറ്റുള്ള എല്ലാം ഇപ്പം എന്നോട് ഒരാൾ പറഞ്ഞ മാതിരി എല്ലാം നമ്മുടെ ബേക്കറികളിലുള്ള എല്ലാം മൈദയാണ്. അതുപോലെ തന്നെ പൊരിച്ച എണ്ണയിൽ തന്നെ പിന്നെയും പൊരിച്ചെടുക്കുന്നതാണ്. അപ്പം നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മക്കൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ കൊടുക്കാം. പിന്നെ എളുപ്പമല്ലേ, വലിയ പണിയൊന്നുമില്ല. പിന്നെ ഇതാ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചാൽ മതി കേട്ടോ. നമ്മളത് ഒട്ടിപ്പിടിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട, കാരണം കുറച്ച് ഹാർഡായിട്ട് പരത്തിയത് കൊണ്ട് ആ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇതാ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഹെൽത്തി, പക്ഷേ കുറച്ച് ദിവസം കഴിയും, മഴക്കാലമൊക്കെ കഴിച്ച് പെട്ടെന്ന് അത് കനച്ച ഒരു ചുവ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളിതുപോലെ പൊരിച്ചെടുക്കുന്ന സാധനങ്ങൾ ഞാൻ എന്തായാലും സൺഫ്ലവർ ഓയിലാണ് ചെയ്യാറ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, നല്ലതാണ്. അപ്പം ഇതുപോലെ നമ്മൾ നല്ല ചൂടായ എണ്ണയിലേക്കാട്ടോ നമ്മളിത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. കാരണം ഉള്ളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരണം. അതൊരു 2 മിനിറ്റ് സമയം കഴിയുമ്പോഴേക്കും നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം നമ്മൾ വറുത്തെടുക്കുന്ന സാധനങ്ങൾ ലാസ്റ്റ് ആകുമ്പോഴേക്കൊന്ന് ക്രിസ്പിയായി വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടത് എണ്ണ കുടിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മൾ ഇത് അരിയല്ലേ, അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു. അപ്പോൾ ഒരു 4-5 മിനിറ്റ് ആയിട്ടോ ഇതൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ ആ അയമോദകമൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പം വേറെ മസാലയൊന്നും ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് പിന്നെ ജീരകമോ അതുപോലെ എള്ളോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് വേറെ മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മാഗി മസാലയൊക്കെ ചേർക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ഉപ്പും പുളിയൊക്കെ വരുമ്പോൾ നല്ലൊരു ഇഷ്ടം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ മോൾക്ക് വാങ്ങിയ മാഗിന്ന് ഈ ഒരു മാഗി മസാല എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിപ്പോൾ അധികം ചൂടാറിയിട്ടില്ല കേട്ടോ. ചൂടാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിലങ്ങ് പറ്റി പിടിക്കും. ചൂടാറി തണുത്ത ശേഷം ഇട്ട് കൊടുത്താൽ ഈ മസാല അതിലേക്ക് പിടിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ആ കുറഞ്ഞ ചൂടോട് തന്നെ നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുലുക്കിയാൽ അത്യാവശ്യം നല്ല മൊത്തമായിട്ട് അത് പിടിക്കും കേട്ടോ. അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. കാരണം ഈ മാഗി മസാല ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഉപ്പും പുളിയൊക്കെ ചേർന്നിട്ട്. അപ്പോൾ ഇതെന്തായാലും കുട്ടികൾക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കണം. മാഗിയൊന്നും ഇഷ്ടപ്പെടാത്ത മക്കളില്ലല്ലോ, അപ്പോൾ എന്തായാലും ആ മസാലേൻ്റെ ടേസ്റ്റൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ ബാക്കി 3ാമത്തെ ട്രിപ്പ് എടുത്തത് ഇതുപോലെ ഞാൻ കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ചാറ്റ് മസാല ഇട്ട് കൊടുത്തു. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ, പക്ഷേ അടിപൊളി സംഭവമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ അമ്മമാരെന്തായാലും വീട്ടിലെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ഐറ്റമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.